കൊല്ലത്തെ കിടപ്പറ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് വിറ്റ ഭർത്താവ് 4 വയസ്സുകാരി മകളുടെ ദൃശ്യങ്ങളും പകർത്തിയെന്ന് മൊഴി. ഒന്നിലധികം ആളുകളുമായി കിടക്ക പങ്കിടാൻ ഭർത്താവ് നിർബന്ധിച്ചു. കൊല്ലത്തെ പങ്കാളി കൈമാറ്റ ദമ്പതികളുമായും ഭർത്താവിന് ബന്ധമുണ്ടെന്നും ഭാര്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പരാതിക്കാരി വിവാഹമോചനത്തിന് ഹർജി നൽകി. ഷമീർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, ഇന്നലെ ഈ വാർത്ത വരുന്ന സമയത്ത് തന്നെ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഭർത്താവ് തന്നെ സ്വന്തം ഭാര്യയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് വിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെയൊക്കെ വളരെ ഗൗരവപൂർവ്വമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ കേട്ടതിലും അപ്പുറമാണ് ഇയാളുടെ ചെയ്തികളെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും സേതു, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത്. അത് നടന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UK-യിലും വെച്ച് ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2022 മുതലാണ് ഇയാൾ ഈ ചിത്രങ്ങൾ പകർത്തിയത്. ഇതിനുശേഷം ഇയാൾ ഈ ചിത്രങ്ങൾ ഒരു ഇമെയിൽ ID വഴി പോൺ സൈറ്റുകൾക്ക് വിറ്റു എന്ന് ആ പെൺകുട്ടി കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആ പെൺകുട്ടി അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. തന്ത്രപരമായിട്ടാണ് സ്വന്തം ഭർത്താവിനെ ആ പെൺകുട്ടി നാട്ടിലെത്തിച്ച കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ ശ്രമിച്ചത്. പക്ഷേ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതിനിടെ ആ പെൺകുട്ടിയെ അയാൾ ക്രൂരമായി മർദ്ദിച്ച് ഇത് പോലീസിലേക്ക് എത്തും മുമ്പ് തന്നെ അയാൾ കടന്നുകളയുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഏറ്റവും സുപ്രധാനമായ വിവരം ഇതിൽ നിന്ന് വരുന്നത് 4 വയസ്സുകാരിയായ സ്വന്തം മകളുടെ ചിത്രങ്ങൾ പോലും ഇയാൾ പകർത്തി അതും പോൺ സൈറ്റുകൾക്ക് ഇയാൾ വിറ്റ് പണം സമ്പാദിച്ചിരുന്നു എന്നുള്ള സുപ്രധാനമായ കണ്ടെത്തലും മൊഴിയുമാണ് പോലീസിന് മുമ്പിൽ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒന്നിലധികം ആളുകളുമായി ഈ പെൺകുട്ടി കിടക്ക പങ്കിടാനായി ഇയാൾ നിർബന്ധിച്ചിരുന്നു എന്നും പോലീസിന് മുമ്പിൽ ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നു. കൊല്ലത്തെ വിവാദ പങ്കാളി കൈമാറ്റ ദമ്പതികളുമായി ബന്ധം ഇയാൾക്കുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇനി ഇയാൾക്കൊപ്പം ജീവിക്കാൻ ആ പെൺകുട്ടി തയ്യാറല്ല. വിവാഹമോചന ഹർജി ആ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് താഴെ ഇളയ സഹോദരിമാരുണ്ട്. അവരുടെ ഭാവി ഇതെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സ്വന്തം ഭർത്താവ് ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ. നാട്ടിൽ വെച്ച് ചിത്രീകരിച്ച കിടപ്പറ ദൃശ്യങ്ങൾ പോലും ഈ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുന്ന ഈ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പെൺകുട്ടി പോലീസിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഭർത്താവിന് പല സംഘങ്ങളുമായി UK-യിലടക്കം പല സംഘങ്ങളുമായി ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നൊരു സുപ്രധാനമായ വിവരം കൂടി പോലീസിന് മുമ്പിലേക്ക് എത്തുകയാണ്. മറ്റു സ്ത്രീകളോടും പുരുഷന്മാരോടും ഇയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതായത് ഇത്തരം ഈ ദൃശ്യങ്ങൾ വാങ്ങുകയും വിൽക്കുകയും കിടപ്പറകൾ പങ്കിടാൻ വേണ്ടി സ്ത്രീകളെ എത്തിക്കുകയും ചെയ്യുന്ന സംഘങ്ങളുമായും ഇയാൾക്ക് ബന്ധമുണ്ട്. ഇയാൾ പിന്നീട് മാനസിക രോഗിയായി അഭിനയിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള മൊഴിയും ഈ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒളിവിൽ പോയിരിക്കുന്ന ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. സേതു. ഓക്കെ ഷമീർ, ശരി.